വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കള്ളപ്പാണ് ഉണ്ടാക്കാൻ പോണത്. ഇതിന് സാധാരണ വട്ടയപ്പം, കിണ്ണത്തപ്പം എന്നൊക്കെ പറയും. അത് സാധാരണ ഈസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറ്. നമ്മൾ ഇന്നിവിടെ കള്ള് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കള്ളപ്പം. 1.5 കപ്പ് പച്ചരി 6 to 7 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കണം. 2 കയ്യിൽ വറക്കാത്ത അരിപ്പൊടി 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കുറുക്കിയെടുക്കണം. ഞാനിതിൽ 1 കപ്പ് വെള്ളം ഒന്നാകെ ആദ്യം തന്നെ ഒഴിച്ചിട്ടില്ല. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു, നല്ലപോലെ അരിപ്പൊടി ഒന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്തു. അങ്ങനെയാണ് 1 കപ്പ് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അടി പിടിക്കാനോ അല്ലെങ്കിൽ കരിയാനോ ഒന്നും പാടില്ല. ഇത് പെട്ടെന്ന് വിചാരിക്കാത്ത സമയത്ത് തന്നെ പെട്ടെന്ന് ഇത് കട്ടായി വരും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് നിൽക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുള്ള അരി നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോൾ ടോട്ടൽ ഞാൻ ഇതിൽ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് അരി അരയ്ക്കാൻ മൊത്തത്തിൽ. അപ്പോൾ ഒറ്റയടിക്ക് മിക്സിയുടെ ജാറിൽ കൊള്ളാത്ത കാരണം 2 ട്രിപ്പായിട്ടാണ് ഞാൻ അരച്ചെടുത്തത്. അരി അരച്ചത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അടുത്തത് ഇനി നമുക്ക് അരമുറി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിട്ടുള്ള അരിപ്പൊടിയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ 1 ഗ്ലാസ് കള്ളാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അരയ്ക്കാൻ വേണ്ടിയിട്ട്. കള്ളൊഴിച്ചതിന് ശേഷം ഒരു 4 ഏലക്കയും കൂടി അതിലിട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ അരച്ചെടുക്കാം. അരച്ചെടുത്ത് നമുക്ക് നേരത്തെ അരി അരച്ച അതേ പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. മധുരത്തിന് 2 കയ്യിലാണ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 2 കയ്യിൽ പഞ്ചസാര ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് പഞ്ചസാര യോജിപ്പിച്ചെടുക്കണം. ഇതൊക്കെ ഞങ്ങൾ ചെയ്യണത് തലേ ദിവസം രാത്രിയാണ്. തലേ ദിവസം രാത്രി വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസമാണ് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കണത്. ഇത് പതഞ്ഞ് പൊങ്ങും. അപ്പോൾ അതുകൊണ്ട് പുറത്ത് പോകാത്ത രീതിയിലൊരു പാത്രത്തിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം കാലത്ത് നോക്കിയപ്പോൾ ഇത് ഇതേപോലെ പതഞ്ഞ് പൊന്തിണ്ടായിരുന്നു. ഇതിനി ഒരുപാട് ഇളക്കി കൊടുക്കാൻ പാടില്ല. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പഞ്ചസാര തന്നെ ചേർക്കണ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ശർക്കര ചേർക്കണമെങ്കിൽ ശർക്കര ഉരുക്കിയിട്ട് അത് ചേർത്താലും മതി. വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കൊരു പാത്രത്തിൽ ചെറുതായിട്ടൊന്ന് എണ്ണ തടവിയിട്ട് അതിലോട്ട് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. മാക്സിമം ഒരു 10 മിനിറ്റൊക്കെ വേവിച്ചാൽ മതിയാവും. അതിനുള്ളിൽ ഇത് നല്ലപോലെ പൊന്തി വന്നിട്ട് നല്ലപോലെ വെന്തുണ്ടാവും. നല്ല സോഫ്റ്റ് ആവും ഇത്. പിന്നെ വെന്തുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡോ വെച്ചിട്ട് ഇതേപോലെ കുത്തി നോക്കിയാൽ മതി. ഇതേപോലെ പുറത്തേക്ക് മാവൊന്നും വന്നിട്ടില്ലെങ്കിൽ നല്ലപോലെ വെന്തിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് കത്തി കൊണ്ട് അതിൻ്റെ സൈഡൊക്കെ ഇളക്കിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ ഇതിൽ കള്ള് ചേർത്തതിന് പകരം സാധാരണ ചെയ്യുന്ന 2 മാർഗ്ഗങ്ങളാണ്. ഒന്ന് ഈസ്റ്റ് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അതിൽ കുറച്ച് പഞ്ചസാര ഇടും. അത് നമ്മൾ അരി അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അരച്ചെടുക്കും. അല്ലെങ്കിൽ തേങ്ങ വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അത് നല്ലപോലെ പുളിപ്പിക്കാൻ വേണ്ടി വെക്കും. അതും കള്ളിന് പകരം ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇതെങ്ങനെ ചെയ്താലും ഏകദേശം ഇതേപോലെയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതെല്ലാം കറക്റ്റായിട്ട് ചേർത്തത് കൊണ്ട് മാത്രം കാര്യമില്ല കേട്ടോ. ഇത് വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ ചില സമയത്ത് ശരിയാവും, ചില സമയത്ത് ശരിയാവില്ല. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. അങ്ങനെ ഇപ്രാവശ്യം നമ്മൾ കള്ളൊഴിച്ചുണ്ടാക്കിയ കള്ളപ്പം നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കള്ളപ്പം ബീഫ് ഒഴിച്ച് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും കോമ്പിനേഷൻ അറിയിച്ച് കഴിഞ്ഞാൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ.